ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 6 ഗണിതത്തിലെ വാർഷിക മൂല്യനിർണ്ണയം 2023-24 കേട്ടോ. ഈ ചോദ്യപേപ്പറാണ്. അപ്പം നോക്കാം. ആദ്യം എന്താണ് നിർദ്ദേശം. 2 മണിക്കൂർ ആ സമയമുള്ളത്. നിർദ്ദേശങ്ങൾ എന്താണ്? 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടാവും. ഏതെങ്കിലും 6 എണ്ണത്തിന് എഴുതിയാൽ മതി. 8 മൂല്യനിർണ്ണയത്തിന് എന്താണ് 6 എണ്ണത്തിന് എഴുതിയാൽ മതി. പക്ഷെ നിങ്ങൾ എന്താക്കുക, നിങ്ങൾക്ക് അറിയുന്ന 6 എണ്ണം എടുത്ത് എഴുതുക. ആദ്യം സമയം ഉണ്ടെങ്കിൽ എന്താക്കുക, ബാക്കി 2 എണ്ണം കൂടി ഉള്ളത് എഴുതുക കേട്ടോ. ഓക്കെ. അഥവാ തെറ്റിയാലും എന്താണ് മാർക്ക് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താക്കുക, നിങ്ങൾ ആദ്യം നോക്കുക, ക്വസ്റ്റ്യൻസ് നന്നായി വായിക്കുക. അപ്പോൾ ഇതിൽ അറിയുന്നത് 6 എണ്ണം ആദ്യം എടുത്ത് എഴുതുക. ഓക്കെ. പിന്നെ എന്താക്കുക, നിങ്ങൾ ബാക്കി 2 എണ്ണമുള്ളതിൽ എന്താക്കുക, സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. അപ്പോൾ അറിയുന്നതാണ് ആദ്യം 6 എടുത്ത് എഴുതേണ്ടത്. പിന്നെ സമയം ഉണ്ടെങ്കിൽ മറ്റേത് എടുത്ത് എഴുതുക കേട്ടോ. ദെൻ പ്രവർത്തനം 1 നോക്കാം നമുക്ക്. ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ കോണളവ് 40 ഡിഗ്രിയാണ്. ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിന്റെ കോണളവ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിന്റെ കോണളവ് എത്രയാണ്? നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇത് മൊത്തം 360 ആണല്ലോ അല്ലേ. അപ്പോൾ 360 നിന്ന് 40 കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ എത്ര നമുക്ക് കിട്ടുക? 320 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കുക, ഈ സ്റ്റെപ്പ് എഴുതണം കേട്ടോ. 360 മൈനസ് 40 അങ്ങനെ എഴുതിയാൽ തന്നെ 1 മാർക്ക് കിട്ടും. പിന്നെ എന്താണ് അതിൻ്റെ ആൻസർ? 360 40 കുറച്ചാൽ 320 അങ്ങനെ എഴുതിയാലും 1 മാർക്ക്. അങ്ങനെയാണ് എന്ത് 2 മാർക്കായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ആ സ്റ്റെപ്പ് എഴുതണം. നിങ്ങൾക്ക് എന്താക്കുക, നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞാൽ ഷോർട്ടായിട്ട് ഒറ്റയടിക്ക് നിങ്ങൾ എഴുതാൻ നിൽക്കണ്ട. ആ സ്റ്റെപ്പ് എഴുതണം കേട്ടോ. 360 മൈനസ് 40 = 320 എന്ന് എഴുതുക കേട്ടോ. ഓക്കെ. നമുക്കറിയാം എന്ത് സർക്കിളിൻ്റെ ഈ വൃത്തത്തിൻ്റെ ഈ സെൻറ്ററിൻ്റെ ഇത് എത്രയാണ്? 360 എന്ന് നമുക്കറിയാം. അപ്പം 360 40 കുറച്ചിട്ട് = 320 എഴുതുക. ദെൻ ഷെയ്ഡ് ചെയ്തത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് ചോദിച്ചത്. അപ്പോൾ ഷെയ്ഡ് ചെയ്തതല്ലേ ചോദിച്ചത്. അപ്പം ഷെയ്ഡ് ചെയ്ത ആദ്യം ഇതിലെ 40 പിന്നെ 360 അല്ലേ. അപ്പോൾ 40/360 എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് അത് ചെറുതാക്കി എഴുതിയാലും എന്താണ് 1/9 എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ. അപ്പോൾ 40/360 = 1/9 എഴുതാം. ദെൻ ഷെയ്ഡ് ചെയ്യാത്തത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ്? അപ്പോൾ നമുക്ക് ഷെയ്ഡ് ചെയ്യാത്ത എത്രയാണ്? 320 നേരത്തെ കിട്ടില്ലേ. അപ്പോൾ 320/360 എന്ന് എഴുതുക അല്ലേ. അപ്പോൾ 320/360 എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. അതിനെ ചെറുതാക്കി എഴുതിയാൽ മാർക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ് 300 ഒന്നുകിൽ എന്തൊക്കെ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? 40/360 കിട്ടിയില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ 1 മൈനസ് 40/360 അല്ലെങ്കിൽ അങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് എന്താക്കുക, അതിൻ്റെ ചെറുതാക്കുക. അപ്പോൾ 8/9 കിട്ടും കേട്ടോ. അല്ലെങ്കിൽ 320/360 അല്ലേ. അതും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ 8/9 കിട്ടും. ദെൻ പ്രവർത്തനം 2 എന്താണ്? കണ്ടോ ഈ ചിത്രം കണ്ടില്ലേ. എന്താണ് ചിത്രത്തിൽ ആംഗിൾ BOCയുടെ 2 മടക്കാണ് DOC അല്ലേ. BOC എന്ന് പറഞ്ഞാൽ ഏതാണ്? BOC ഇതിൻ്റെ 2 മടങ്ങാണ് ഏത്? DOC. ഏതാ? DOC അല്ലേ. ഇതിൻ്റെ 2 മടങ്ങ് അല്ലേ. അപ്പോൾ 2x36 എന്ത് DSC അത്. അപ്പോൾ 2x36 എന്ന് പറയുമ്പോൾ എത്രയാണ്? 36 × 2. അപ്പോൾ DOC എത്ര? 72 അല്ലേ. അപ്പോൾ DOC എത്ര വെച്ചാൽ 72 ഡിഗ്രി. AOEയുടെ അളവ് എത്രയാണ്? AOE അല്ലേ. AOE പറയുമ്പോൾ എന്താണ്? ഇതിൻ്റെ എതിർവശമല്ലേ ഇത് അല്ലേ. അപ്പോൾ ഇത് എതിർവശം ഇവിടെ 72 + 36 അല്ലേ. 72 + 36 എത്രയാ? അതന്നായിരിക്കും ഇവിടെ. അപ്പം 72 + 36 8 108 വരും അല്ലേ. അപ്പോൾ 108 ആണ് AOE. അടുത്ത എന്താണ്? AODയുടെ അളവ് കാണുക. AODയുടെ AOD അല്ലേ ഇത്. അപ്പോൾ ഈ അളവ് എങ്ങനെ കാണുക? AOD എന്നുള്ള അളവ്. AODൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ഇത് എത്ര കിട്ടിയിട്ടുണ്ട്? നമുക്ക് ഇത് എത്രയാണ്? 32ഉം 72 അല്ലേ. 108 അല്ലേ. അപ്പോൾ 180 108 കുറയ്ക്കുക അല്ലേ. അപ്പോൾ 72 കിട്ടും. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എന്താണ് ഇത്? രേഖീയ ജോഡിയല്ലേ, ലീനിയർ പെയർ അല്ലേ. അപ്പോൾ എന്താണ് ഇത്? 180 നമുക്കറിയാം. അപ്പം 180 ഈ DOBയും കുറച്ചാൽ മതി. DOB നമുക്ക് എന്ത് കിട്ടി? 108 അല്ലേ. 72 36 അല്ലേ. DOC 72 BOC എത്രയാണ്? 36 അല്ലേ. അപ്പോൾ അത് എത്രയാ? 108 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം 180 108 കുറച്ചാൽ 72 കിട്ടും. അതാണ് എന്ത്? DAOD കേട്ടോ. പിന്നെ എന്താണ്? ചിത്രത്തിൽ ഏതെങ്കിലും 2 രേഖീയ ജോഡികളുടെ പേര് ഇതാ. 2 രേഖീയ ജോഡി ഏതാണ്? ഏതൊക്കെ നമുക്ക് ഇത് രേഖീയ ജോഡി പറഞ്ഞാൽ 180 അല്ലേ. നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. ഏതൊക്കെ എഴുതാം? കുറേ എഴുതാൻ പറ്റും അല്ലേ. ആംഗിൾ AODയും പിന്നെന്താണ് ആംഗിൾ DOB അത് എഴുതാം. അടുത്തത് എന്താണ്? ആംഗിൾ AOEയും പിന്നെ ആംഗിൾ EOBയും എഴുതാം അല്ലേ. 2 എണ്ണമായി അല്ലേ. ഇനി നമുക്ക് എഴുതാൻ പറ്റൂല്ലേ. ഏതൊക്കെ എഴുതാം? AOCയും
പിന്നെ എവിടെയാണ് നമ്മൾ അവസാനിക്കുന്നത് അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ആ സ്ട്രെയിറ്റ് ലൈനിൽ അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. നോക്കൂ, ഇവിടെ AOD എടുത്തപ്പോൾ DOB എടുത്തില്ലേ, അതേപോലെ തന്നെ എന്താണ് AOC എടുത്തപ്പോൾ COB എടുത്തു. അപ്പോൾ അതും രേഖീയ ജോഡിയാണ് അല്ലേ. ഓക്കെ, നമ്മൾ എവിടെയാണ് ഇത് അവസാനിക്കുന്നത് അവിടെ നിന്ന് തന്നെ വീണ്ടും തുടങ്ങിയിട്ട് ആ സ്ട്രെയിറ്റ് ലൈൻ ആവണം അല്ലേ. രേഖീയ ജോഡി പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, ഇത് രേഖീയ ജോഡിയാണ് അല്ലേ. ഇത് രേഖീയ ജോഡിയാണെങ്കിൽ എന്താ, ഇത് സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ. അപ്പോൾ രേഖീയ ജോഡി അറിയുമ്പോൾ 180 അപ്പോൾ അതാണ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരാൻ എന്താ AODയും DOBയും ഒന്ന് എടുക്കുക, അല്ലെങ്കിൽ AOCയും COB എടുക്കുക. രണ്ടെണ്ണായി അല്ലേ. ഇനി വേറെ ഇതൊക്കെ എടുക്കുക, AOE എടുക്കുക, EOB എടുക്കുക അല്ലേ. പിന്നെ ഏതാ വരുന്നത്, ഇതിലെടുത്താലോ DOA എടുക്കുക, AOE എടുക്കുക അല്ലേ. പിന്നെയോ DOB എടുക്കുക, BOE എടുക്കുക അല്ലേ. ഇതൊക്കെ രേഖീയ ജോഡി തന്നെ കേട്ടോ. 180 ഡിഗ്രി സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ വരുന്നത് രേഖീയ ജോഡി അറിയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കൂ, പ്രവർത്തനം 3 2021-22 വർഷത്തിൽ മഞ്ചാടിക്കുന്ന് UP സ്കൂളിലെ കുട്ടികളുടെ ആകെ എണ്ണം 900 ആയി ഇരുന്നു. ഇതിൽ 60% പെൺകുട്ടികളും ബാക്കിയുള്ളവർ ആൺകുട്ടികളുമായിരുന്നു. അപ്പൊ ആൺകുട്ടികൾ ആകെയുള്ളതിന്റെ എത്ര ശതമാനമാണെന്നാ ചോദിച്ചത്. സിമ്പിൾ അല്ല, 60 പെൺകുട്ടികളാണെങ്കിൽ ബാക്കിയുള്ള ആൺകുട്ടികളല്ലേ. അപ്പൊ 100 നമ്മൾ ശതമാനത്തിന് കണക്കാക്കുക അല്ലെ. അപ്പൊ 60% പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളുടെ ശതമാനം കാണാൻ 100 60 കുറയ്ക്കുക 40 അല്ലെ. അപ്പൊ 40% എന്ത് ആൺകുട്ടികൾ അല്ലെ. പെൺകുട്ടികളുടെ എണ്ണം എത്ര വെച്ച്, അപ്പൊ ആകെ കുട്ടികളുടെ എണ്ണം എത്ര 900 ആണ് അല്ലെ. അപ്പൊ 60% പെൺകുട്ടികളല്ല. അപ്പൊ എന്താ 900 × 900 × 60/100 ചെയ്യുക അല്ലെ. അപ്പൊ 900/60 × 60/100. ഓക്കെ, അപ്പൊ 900 × 60/100 പറയുമ്പോൾ 100 അടിയത്തെ 2 0 ഈ 0 ക്യാൻസൽ ആവും അല്ലെ. അപ്പൊ 9 × 60 ചെയ്യുക. അപ്പൊ 9 × 60 എത്രയാ 540 അല്ലെ. ഓക്കെ, അപ്പൊ 540 ആണ് അല്ലെ. ദെൻ പെൺകുട്ടികളുടെ എണ്ണം 540. ഇനി 2022-23 വർഷത്തിൽ കുട്ടികളുടെ എണ്ണം മുൻ വർഷത്തേക്കാൾ 20% വർദ്ധിച്ചു. 2022-23 എന്താക്കി 20% വർദ്ധിച്ചു. അപ്പൊ 2022-23 വർഷത്തെ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് വെച്ച്, അപ്പൊ 20% വർദ്ധിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താ 900 × 20/100 ചെയ്തതിന് ശേഷം ഈ 900 കൂട്ടിയാൽ മതി അല്ലെ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 20% വർദ്ധിച്ചതല്ല. അപ്പൊ 100 20 കൂട്ടുക അല്ലെ. അപ്പൊ 120. അപ്പം 900 × 120/100 ചെയ്താൽ മതി അല്ലെ. അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടുക നോക്കൂ. എന്താ ആൻസർ കിട്ടുക, 900 × 120/100 1080 എന്ന് എഴുതാ കിട്ടുക അല്ലെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, 2023-24 വർഷം മുൻ വർഷത്തേക്കാൾ 10% കുട്ടികൾ കുറഞ്ഞു. അപ്പോഴുള്ള കുട്ടികളുടെ എണ്ണം മുൻ വർഷത്തേക്കാൾ എത്ര ശതമാനമാണ്. അപ്പൊ കുട്ടികൾ കൂടിയതാണെങ്കിൽ 100 20 കൂട്ടിയാൽ മതി അല്ലെ. കുറഞ്ഞതായതുകൊണ്ട് 100 10 കുറയ്ക്കുക അല്ലെ. അപ്പൊ 90. അപ്പൊ എന്താ 900 × 90/10 ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടുക, ഇതാ 90% എന്ന് എഴുതിയാൽ മതി അല്ലെ. എത്ര ശതമാനമാണല്ലോ ചോദിച്ചത്. ഇപ്പൊ ഉള്ള കുട്ടികളുടെ എണ്ണം മുൻ വർഷത്തിൽ എത്ര 90% എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ 10% കുട്ടികൾ കുറഞ്ഞതല്ലേ. അപ്പം 100 × 10 കുറയ്ക്കുക. അപ്പൊ 90%. ഓക്കെ, പ്രവർത്തനം 4 നോക്കൂ. പട്ടികയിലെ ഭിന്നസംഖ്യ 10 100 1000 എന്നിങ്ങനെയുള്ള സംഖ്യകൾ എന്താണ് ഛേദമായ ഭിന്നസംഖ്യ എഴുതി ദശാംശ രൂപത്തിലേക്ക് മാറ്റി എഴുതുക. ഇങ്ങനെയുള്ള സംഖ്യകൾ ഛേദമായ ഭിന്നസംഖ്യയുമായി എഴുതി ദശാംശ രൂപത്തിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുക. അപ്പൊ 1/2 എന്താണ്, നമുക്ക് 2 10 100 1000 അല്ല അടിയിൽ വരേണ്ടത് ആണ് അല്ലെ. അപ്പൊ എന്താണ് ഇത് ദശാംശ സംഖ്യ ആയിട്ട് എഴുതണം. അപ്പൊ 2 എന്ത് ഇൻഡ് ചെയ്താൽ 10 കിട്ടുക 5 അല്ലെ. അപ്പൊ 2 × 5 10 അല്ലേ. അപ്പൊ മുകളിൽ അതേ സംഖ്യനോട് ഇൻഡ് ചെയ്യണം. അപ്പം ഇവിടെ 5 ഇൻഡ് ചെയ്യുക, ഇവിടെ 5 ഇൻഡ് ചെയ്യുക. അപ്പൊ 1 × 5 5 2 × 5 10 5/10 കിട്ടും അല്ലെ. അപ്പൊ 5/10 നമ്മൾ ദശാംശ സംഖ്യയിലേക്ക് എങ്ങനെ എഴുതാ, 5 എന്ന് എഴുതും. അടിയിൽ എത്ര 0 ഉണ്ടെന്ന് നോക്കും, 1 അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് എണ്ണും 1 എന്നിട്ട് അവിടെ കുത്തിട്ട് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് 1/4 അല്ലേ. അപ്പൊ 4 എന്തെങ്കിലും ഇൻഡ് ചെയ്താൽ 10 കിട്ടുമോ, ഇല്ല. ഇനി 4 എന്തെങ്കിലും ഇൻഡ് ചെയ്താൽ 100 കിട്ടുമോ, 10 100 1000 അങ്ങനെയല്ലേ വരണ്ടേ. അപ്പം എന്താ 100 കിട്ടുമോ നോക്കുക അല്ലെ. അപ്പൊ 4 എന്ത് ഇൻഡ് ചെയ്താലാ 100 കിട്ടുക 25 അല്ലെ. അപ്പൊ ആ 25 മുകളിലും താഴത്തും നമ്മൾ ഇൻഡ് ചെയ്യണം കേട്ടോ. അപ്പൊ 25 1 × 25/4 × 25 ഇവിടെ മുകളിലും താഴത്തും ഇൻഡ് ചെയ്യുക. അപ്പൊ 1 × 25 25. അപ്പൊ 25/4 × 25 എത്രയാണ് 100 അല്ലെ. അപ്പൊ 25/100 എന്ന് എഴുതുക. ഇങ്ങോട്ട് എന്താക്കുക, അവിടെ നിങ്ങൾ ഇവിടെ 25/100 എഴുതില്ലേ. ഇങ്ങോട്ട് എന്താക്കുക, നമ്മൾ പോയിന്റ് എഴുതാൻ എന്താ ചെയ്യേണ്ടത്, 25 നമ്മൾ ആദ്യം എഴുതുക. ഓക്കെ,
ഇനി എന്താണ് അടിയിലൂടെ എത്രയായിരുന്നു 100 അല്ലേ, 100ന്റെ എത്ര 0 ഉണ്ട്, 2 0 അല്ലെ. അപ്പൊ നമ്മളിവിടെ നിന്ന് എണ്ണും 1 2 എന്നിട്ട് ഇവിടെ എന്താക്കുക കുത്തിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 0.25 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ 3/8 ആണ്. അതേപോലെ 7/25 1/20 3/5 അങ്ങനെയൊക്കെ വരുന്നത് അല്ലെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇതിനൊക്കെ എന്ത് ഇൻഡ് ചെയ്താലാണ് ഒന്നുകിൽ 100 കിട്ടുക അല്ലെങ്കിൽ 1000 കിട്ടുക നോക്കുക. അപ്പൊ 8നോട് എന്ത് ഇൻഡ് ചെയ്താലാണ് 1000 100 10 കിട്ടുമോ? ഇല്ല. 100 കിട്ടു നോക്കുക, അതും ഇല്ല അല്ലെ. 8 പിന്നെ 1000 കിട്ടും അല്ലെ. അപ്പൊ 8നോട് എന്ത് ഇൻഡ് ചെയ്താലാണ് 1000 കിട്ടുക? 125 അല്ലെ, ആണോ? അപ്പൊ മുകളിലും താഴത്ത് 125നോട് മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ടോ? അപ്പൊ എന്താണ് 1000 കിട്ടും. അപ്പൊ 125നോട് ഇൻറ്റു ചെയ്താലും മുകളിലും താഴത്ത് ഇൻറ്റു ചെയ്താൽ എന്താ 1000 കിട്ടും അല്ലെ. അങ്ങനെ ആകുമ്പോൾ 3 × 125 പറഞ്ഞാൽ 375 ബൈ 8 × 125 പറഞ്ഞാൽ 1000. അപ്പം നമ്മളെന്താണ് പോയിന്റ് എഴുതുമ്പോൾ മുകളിലത്തെ നമ്പർ ഇങ്ങോട്ട് എഴുതും ആദ്യം. എന്നിട്ട് അടിയിൽ എത്ര 0 ഉണ്ട് എന്നൊക്കെ എണ്ണും. അപ്പോൾ 3 അല്ലേ. അങ്ങോട്ട് ഇവിടെ നിന്ന് എണ്ണും 1 2 3. അത് കഴിഞ്ഞിട്ടൊരു കുത്തിടും. ഓക്കെ, ദെൻ 25 7/25 അല്ലേ. അപ്പൊ 7/25 എന്ന് പറയുമ്പോൾ 25നോട് എന്ത് ഇൻറ്റു ചെയ്താൽ 10 കിട്ടുമോ? ഇല്ല. 25നോട് എന്ത് ഇൻറ്റു ചെയ്താൽ 100 കിട്ടുമോ? കിട്ടും അല്ലെ. ഏതാണ് 4നോട് ഇൻറ്റു ചെയ്താൽ അല്ലെ. അപ്പൊ നമ്മളെന്താക്കാം മുകളിലും താഴത്തും 4നോട് ഇൻറ്റു ചെയ്യുക. അപ്പൊ 7 × 4 ബൈ 25 × 4 അല്ലെ. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? 7 × 4 പറഞ്ഞാൽ 28 ബൈ 25 × 4 പറഞ്ഞാൽ 100. ഓക്കെ, ഇത് എന്താക്കുക 28 നട എഴുതുക. എന്നിട്ട് എന്താ പോയിന്റ് 2 അടിയിൽ എത്ര 0 ഉണ്ട് 1 2. ഇവിടെ നിന്നിട്ട് എന്താക്കുക 1 2 പറഞ്ഞ് ഇവിടെ കുത്തിടുക അല്ലെ. ഇവിടെ നിന്നാണ് എണ്ണണ്ടിട്ട് 1 2 എന്നിട്ട് ഇങ്ങോട്ട് കുത്തിടുക. ദെൻ നെക്സ്റ്റ് നോക്കൂ 1/20 ആണ് അല്ലെ. 1/20 നമ്മളെന്താണ് 10 ആക്കാൻ കഴിയുമോ? ഇല്ല അല്ലെ. 20നോട് എന്ത് ഇൻറ്റ് ചെയ്താൽ 10 കിട്ടുമോ? ഇല്ല. അടിയത്തെ നമ്പറാണ് നോക്കേണ്ടത് കേട്ടോ. ഇനി 20നോട് എന്ത് ഇൻറ്റ് ചെയ്താൽ 100 കിട്ടുമോ? കിട്ടും. ഏതാ 5നോട് ഇൻറ്റ് ചെയ്താൽ അല്ലേ. അപ്പൊ മുകളിലും താഴത്തും എന്താക്കണം 5നോട് നമ്മൾ ഇൻറ്റ് ചെയ്യണം. അപ്പൊ 1 × 5 5 ബൈ 20 × 5 100 അല്ലെ. 5/100. ദെൻ 5/100 അല്ലേ. ഇനി നമ്മൾ പോയിന്റ് ഇടുക എങ്ങനെയാണ്? ഈ 5നെ ഇവിടെ അങ്ങോട്ട് എഴുതും അല്ലെ. എന്നിട്ട് അടിയിൽ എത്ര 0 ഉണ്ട്? 1 2. അപ്പൊ എന്താക്കണം നമ്മൾ ഇവിടെ അങ്ങോട്ട് എണ്ണും 1. അപ്പൊ 5 ഒറ്റ നമ്പറല്ലേ ഉള്ളത്. അപ്പൊ 2 നമ്പർ ഉണ്ട് അല്ലേ പോയിന്റ് ഇടുക. അപ്പൊ നമ്മൾ എന്താക്കുക നമ്മൾ എക്സ്ട്രാ നമ്മളൊരു 0 അപ്പുറത്ത് ചേർക്കുക. അതാണ് ഇവിടെ വന്നത് കേട്ടോ. അപ്പൊ 5 കഴിഞ്ഞിട്ട് ഒരു 5ന്റെ മുന്നേ ആയിട്ടൊരു 0 ചേർക്കുക. എന്നിട്ട് അതിന്റെ മുന്നേ ആയിട്ടൊരു കുത്തൂടുക. മനസ്സിലായില്ല. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ വരണം അല്ലെ. അടിയിൽ 2 0 ആണെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ വരണം. കണ്ടോ 1 2. അപ്പൊ അവിടെ നമ്മൾ എന്താണ് നമ്പർ ഇല്ലെങ്കിൽ എന്താക്കുക നമ്മൾ ഇപ്പുറത്തൊരു 0 ഇട്ട് കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് 3/5 ആണ് കേട്ടോ. 5നോട് എന്തെങ്കിലും ചെയ്ത് 10 കിട്ടുമോ? കിട്ടും. ഏതാ 2നോട് അല്ലെ. അപ്പൊ മുകളിലും താഴത്തും 2നോട് ഇൻറ്റു ചെയ്യണം. ഒരു അടിയിൽ മാത്രം ഇൻറ്റു ചെയ്താൽ പോരാട്ടോ, മുകളിലും ഇൻറ്റു ചെയ്യണേ. സെയിം നമ്പറിനോട് മുകളിലും താഴത്തും ഇൻറ്റു ചെയ്യുക. അപ്പൊ ഏതാണ് 2 അല്ലെ. 3 × 2 6 ബൈ 5 × 2 പറഞ്ഞാൽ 10. ഇനി എന്താ പോയിന്റ് ഇടുക എങ്ങനെയാ? ഇവിടെ 6 നെയ്ത് അല്ലെ. അടിയിൽ ഒരു 0 ആണുള്ളത്. അപ്പൊ നമ്മൾ എന്താ എണ്ണു 1 ഇവിടെ കഴിഞ്ഞിട്ട് ഒരു കുത്തിടും. ഓക്കെ, പോയിന്റ് 6. അങ്ങനെ എന്താണ് അങ്ങനെ കിട്ടും അല്ലെ. ദെൻ അടുത്ത ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ ഘടകങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യയായ സംഖ്യ ഏതാന്ന് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയായ സംഖ്യ ഏതാണ് അത് നോക്കുക. ഘടകങ്ങളുടെ എണ്ണം ഏതാന്നുള്ളത്. ഏതാ ഒറ്റ സംഖ്യ വരുന്നത്? 16 ആണ് അല്ലെ. ഓക്കെ, അത് എഴുതുക. ദെൻ 12ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര? നിങ്ങൾ കണ്ടുപിടിക്കാൻ അറിയാം അല്ലെ. നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ 12ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ്? 6 ആണ് കേട്ടോ. അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ അറിയാലോ. എഴുതുക. ദെൻ 20നെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതുക. എങ്ങനെ എഴുതുക? 20നെ അഭാജ്യ സംഖ്യകളുടെ ഗുണനമായി 2 × 2 × 5 അല്ലെ. അങ്ങനെ എഴുതുക. ദെൻ അടുത്തത് 60നെ അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതി എല്ലാ ഘടകങ്ങളും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 60നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 3 × 5 എന്ന് എഴുതാം. പിന്നെ അതിന്റെ ഘടകങ്ങൾ എങ്ങനെ? 1 2 3 5 6 10 12 15 20 30 60 നമ്മൾ കണ്ടുപിടിക്കാൻ അറിയാലോ ആ ഘടകങ്ങളുടെ സ്റ്റൈല്. അങ്ങനെ വെച്ച് കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത പ്രവർത്തനം എന്താണ് നോക്കൂ. പ്രവർത്തനം 6. സീനയുടെ സ്കൂളിൽ നിന്ന് സഹപാഠിക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. UP ബാങ്ക് കുട്ടികളിൽ നിന്ന് ലഭിച്ച തുകയെ സൂചിപ്പിക്കുന്ന ബാർ ഡയഗ്രാം താഴെ കൊടുത്തിരിക്കുന്നു. കണ്ടോ? ഇനി ഏത് ക്ലാസ്സിൽ നിന്നാണ് ഏറ്റവും കുറവ് തുക ലഭിച്ചതെന്ന് അറിയിച്ചിരിക്കുന്നത്? നോക്കൂ, ഇവിടെ ഏതിലാണ് കുറവ്? ഇതാണ് അല്ലെ. അപ്പൊ ഏത് ക്ലാസ് ഇത് നോക്കിയേ? ഏതാ? 5A അല്ലെ. അപ്പൊ 5A എന്നാണ് കുറവ് ലഭിച്ചത് അല്ലെ. ഏതൊക്കെ ക്ലാസ്സുകളിൽ നിന്നാണ് ഒരേ തുക ലഭിച്ചത്? ഒരേ തുക ലഭിച്ച ഏതാണ്? നോക്കൂ, ഒരേ തുക ലഭിച്ച ഇപ്പൊ ഏതാണ്? അതവിടെ അല്ലെ. അപ്പൊ ഇതും അല്ലെ. ഇത് ഏതൊക്കെയാ നോക്കിയേ? 6Aയും 7Bയും അല്ലെ. 6A 7B അല്ലേ ഒരേ തുക ലഭിച്ചത്? അതെ അല്ലെ. നെക്സ്റ്റ് എന്താണ്? 5A 5B ക്ലാസ്സുകളിൽ നിന്ന് ആകെ ലഭിച്ച തുക എത്രയാണ്? 5A 5B ക്ലാസ്സുകളിൽ നിന്ന് ആകെ ലഭിച്ച തുക എത്രയാണ്?
5A 5B അല്ലേ, അത് 5A ആണ്, ഇത് 5B ആണ്. 5A എന്ന് കിട്ടിയ 4500 5B എന്ന് കിട്ടിയിരിക്കുന്നത് എത്ര 5000 ആണ് അല്ലേ. അപ്പൊ 4500 പ്ലസ് 5000 എത്ര 9500. ഓക്കെ, അങ്ങനെ എഴുതുക കേട്ടോ. നെക്സ്റ്റ് എന്താണ് 6Bയിൽ നിന്ന് ലഭിച്ച തുകയേക്കാൾ എത്ര കൂടുതലാണ് 7Bയിൽ നിന്ന് ലഭിച്ചത്. അപ്പൊ 6Bയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഇതാണ് അല്ലെ, എത്രയാണ് 6B, ഇതല്ല 6B. അപ്പൊ 6Bന്റെ തുക ലഭിച്ചത് എത്രയാണ് 6500 ആണ് അല്ലെ. 7B ഇതാണ് അല്ലെ, 7B ഇതല്ലേ ആണ് അല്ലെ. 7Bന്ന് ലഭിച്ചിരിക്കുന്നത് എത്രയാണ് 7000 ആണ് അല്ലെ. അപ്പൊ 7000 നിന്ന് 6500 കുറയ്ക്കുക അല്ലെ. 7000 മൈനസ് 6500 അല്ലെ. അപ്പൊ എത്ര നമുക്ക് കിട്ടിയ 500. ഓക്കെ, 500 ആണ് അല്ലെ. ഈ ഡയഗ്രത്തെ അടിസ്ഥാനമാക്കി ഒരു ചോദ്യം തയ്യാറാക്കുക. ഈ എന്താ ഈ ചോദ്യ ഡയഗ്രത്തിനനുസരിച്ച് നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ പൈസ ലഭിച്ച ക്ലാസ് എത്രയാണെന്ന് ചോദിച്ചൂടെ, 7A അല്ലെ, അങ്ങനെ ചോദിക്കുക. പിന്നെന്താണ് 7Aയേക്കാൾ ABക്ക് എത്ര കുറവാണ് അവിടെ ഉള്ളതെന്നോ ഒക്കെ ചോദിക്കുക അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കുക കേട്ടോ, എഴുതുന്നിട്ട്. പ്രവർത്തനം 7 നോക്കൂ. സ്കൂൾ സമ്പാദ്യ പദ്ധതിയിൽ നിക്ഷേപിക്കുന്നതിനായി ചില കുട്ടികൾ കൊണ്ടുവന്ന തുകയെ കുറിച്ചുള്ള വിവരങ്ങൾ താഴെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. സ്കൂൾ സമ്പാദ്യ പദ്ധതിയിൽ അല്ലെ. അപ്പൊ നമുക്ക് പേര് 20 രൂപ, നീന് 2 എണ്ണം, 20 രൂപന്റെ 2 എണ്ണം, 10 രൂപന്റെ 5 എണ്ണം. അപ്പൊ ആകെ രൂപ എത്രയായി 20 × 2 എത്ര 40 പ്ലസ് 5 × 10 50, 40 പ്ലസ് 50 എത്രയാണ് 90 അല്ലെ. അതേപോലെ മീനുവിൻ്റെത് അങ്ങനെ തന്നിട്ടുണ്ട്. റംലാന്റെ നമ്മൾ കണ്ടുപിടിക്കണം, മീരന്റെയും കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് റംലാന്റെ എത്ര ആയിരിക്കും 4 × 20 എത്ര 80 പ്ലസ് 4 × 10 40, 80 പ്ലസ് 10 എത്ര 120 അല്ലെ. അപ്പൊ 120 എഴുതുക. സോറി, 80ഉം 4 × 20 40 അല്ലേ. അപ്പോൾ 80ഉം 40 എത്രയാണ് 120 തന്നെ. ഓക്കെ, ദെൻ പിന്നെ മീരന്റെ എത്രയാണ് 20 ആണ് അല്ലെ. അപ്പൊ 20 പ്ലസ് 10ന്റെ 8 എണ്ണം ഉണ്ട് അല്ലെ. 20 പ്ലസ് 8 × 10 80 അല്ലെ. അപ്പൊ 80 പ്ലസ് 20 എത്രയാണ് 80 പ്ലസ് 20 100. ഓക്കെ, അപ്പൊ പട്ടിക പൂരിപ്പിച്ചില്ലേ നമുക്ക്. അപ്പൊ 20 രൂപ നോട്ടുകളുടെ എണ്ണത്തെ A എന്നും 10 രൂപ നോട്ടുകളുടെ എണ്ണത്തെ B എന്നും ആകെ തുകയെ T എന്നും സൂചിപ്പിച്ചാൽ ഇവ തമ്മിലുള്ള ബന്ധം എങ്ങനെ നമുക്ക് എഴുതാം. 20 രൂപ നോട്ടിന്റെ എണ്ണ എത്ര നമുക്ക് എഴുതാം A ആണ് അല്ലെ. അപ്പൊ ഇവിടെ A എന്ന് എഴുതുക, ഇവിടെ B എഴുതുക അല്ലെ. അങ്ങനെ ആകുമ്പോ ഈ എണ്ണാണ് അല്ലെ. അപ്പൊ നമുക്ക് 20 രൂപ എണ്ണത്തെ Aയും 10 രൂപന്റെ B എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാം 20A പ്ലസ് 10B അല്ലെ ഈക്വൽ ടു T, അങ്ങനെ എഴുതാം അല്ലെ. അപ്പൊ 20A പ്ലസ് 10B ഈക്വൽ ടു T. അപ്പൊ 20 നോട്ടുകളുടെ എണ്ണ 20Aയും 10 രൂപന്റെ 10B ആക്കിയത് അല്ലെ. പിന്നെ അപ്പൊ T ഈക്വൽ ടു 20A പ്ലസ് 10B എന്ന് എഴുതാം. ഇത് ഈ പ്രവർത്തനം 8 ആണ് കേട്ടോ. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് ഈ ബോക്സിൽ അതിൽ 80 സെന്റിമീറ്റർ ആണ് ഈ ലെങ്ത്, ബ്രെഡ്ത്ത് എന്താണ് 40 സെന്റിമീറ്റർ, ഹൈറ്റ് 10 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ ഉയരം 10 സെന്റിമീറ്റർ ആണ്, നീളം 80, വീതി 40 സെന്റിമീറ്റർ അല്ലെ. ചിത്രത്തിൽ കാണുന്ന പെട്ടിയുടെ വ്യാപ്തം കണ്ടെത്താം. വ്യാപ്തം നമുക്കറിയാം അല്ലെ, നീളം × വീതി × ഉയരമാണ് അല്ലെ. അപ്പൊ നമുക്ക് 80 × 40 × 10 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും 32,000 ഘന സെന്റിമീറ്റർ എന്ന് കിട്ടും അല്ലെ, അങ്ങനെ എഴുതുക. ഇനിയോ നീളം 10 സെന്റിമീറ്റർ, വീതി 4 സെന്റിമീറ്റർ, ഉയരം 2 സെന്റിമീറ്റർ വീതം അളവുള്ള പരമാവധി എത്ര പെട്ടികൾ ഈ പെട്ടിയിൽ അടുക്കി വെക്കാതെ. അപ്പൊ നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് ആ ചെറിയ പെട്ടീന്റെ എന്താണ് വ്യാപ്തം ആദ്യം കാണുക അല്ലെ. എന്നിട്ട് എന്താക്കുക കിട്ടിയ ഈ വലിയ പെട്ടീന്റെ വ്യാപ്തത്തിനോട് എന്താക്കുക ഈ ചെറിയ പെട്ടീന്റെ വ്യാപ്തം ഡിവൈഡ് ചെയ്താൽ മതി, ഹരിച്ചാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും ചെറിയ കട്ടയുടെ വ്യാപ്തം ആദ്യം കാണണം അല്ലെ. 10 × 2 × 4 80 ഘന സെന്റിമീറ്റർ കൊണ്ട്. പിന്നെ എന്താക്കുക വലിയ പെട്ടീന്റെ വ്യാപ്തത്തിനോട് എന്താക്കുക ചെറിയ പെട്ടീന്റെ വ്യാപ്തം ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക. അപ്പൊ 32,000 / 80 400 എന്ന് കിട്ടും അല്ലെ. അപ്പൊ എന്ത് കിട്ടും നമുക്ക് 400 പെട്ടികളെന്ന് എഴുതാം അല്ലെ. നെക്സ്റ്റ് C എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ചിത്രത്തിലെ പെട്ടിയുടെ നീളവും വീതിയും ഉയരവും ഇരട്ടിച്ചാൽ വ്യാപ്തം എത്രയാവുന്ന വെച്ചാൽ ഇരട്ടിച്ചാലാണ് ഇത് ചിത്രത്തിലെ പെട്ടിയുടെ വ്യാപ്തത്തിന്റെ എത്ര മടങ്ങാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ എത്ര വ്യാപ്തം ഇരട്ടിക്കാനല്ല പറഞ്ഞത്. അപ്പൊ 80ന്റെ ഇരട്ടി എത്രയാണ് 160 അല്ലെ. പിന്നെ ഇരട്ടിക്കാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇരട്ടിക്കാന്ന് ഇപ്പൊ 80ന്റെ ഇതെത്ര 160. അപ്പൊ 80ന്റെ ഓരോടെ 160 കൊടുക്കുക, 40ന്റെ ഇരട്ടി 80 ഇവിടെ കൊടുക്കുക, 10ന്റെ ഇരട്ടി 20 കൊടുക്കുക അല്ലെ. അപ്പൊ ഈ 160 × 80 × 20 ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും 2,56,000 ഘന സെന്റിമീറ്റർ എന്ന് കണ്ടെത്തും അല്ലെ. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം എന്തായാലും ചോദിച്ചിരിക്കുന്നത്
പെട്ടിയുടെ വ്യാപ്തത്തിൻ്റെ എത്ര മടങ്ങാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ആദ്യത്തെ പെട്ടീൻ്റെ വ്യാപ്തത്തിൻ്റെ എത്ര മടങ്ങാണ്? അപ്പം നേരത്തെ ഉത്തരവ് നോക്കുക, അപ്പോഴത്തെ ഉത്തരവ് നോക്കുക. എന്നിട്ട് എന്താണ് ഈ 2,56,000 ഈ 32,000 എന്താക്കുക, ഹരിക്കുക അല്ലേ? അപ്പോൾ 8 മടങ്ങുന്ന് കിട്ടും. അപ്പോൾ 8 മടങ്ങുന്ന് നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. നന്നായി മാത്സ് പഠിച്ച ശേഷം എക്സാം എഴുതുക കേട്ടോ. സിമ്പിളാണ് എല്ലാം. അതുകൊണ്ട് നന്നായി പഠിക്കുക, നന്നായിട്ട് ശരിക്കും തെറ്റിക്കാതെ. മാത്സാണ്, അവിടെ ഒരു പ്ലസ്സോ മൈനസോ ഡിവിഷനോ ഒന്നും തെറ്റിക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു.